മിനിയാങ് തൻ്റെ ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവൻ്റെ മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. അവൻ ആലോചിക്കുകയാണ്, യാങ്ഷി തന്നിൽ നിന്നും എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട്. അവസാനം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് മിനിയാങ്ങിനോട് ചോദിച്ചു, ബോസ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്താ കാര്യം? മിനിയാങ് പറഞ്ഞു, യാങ്ഷി എന്നിൽ നിന്നും എന്തോ ഒരു കാര്യം ഒളിച്ചു വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നീ ഏതായാലും ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പോയി. മിനിയാങ് വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ യാങ്ഷി അവിടുന്ന് എഴുന്നേറ്റ് അവനോട് പറഞ്ഞു, നീ സി ഒന്ന് ശ്രദ്ധിക്കണം. എനിക്ക് ഒരു അർജന്റ് കാര്യം ചെയ്യാനുണ്ട്. ഞാൻ 8 മണിക്ക് മുൻപായിട്ട് തിരിച്ചു വരാം എന്നും പറഞ്ഞ് അവൾ വീട്ടിൽ നിന്നും പോയി. മിനിയാങ് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. അവൻ മെല്ലെ സിസിയുടെ അടുത്തേക്ക് പോയിട്ട് സിസിയോട് ചോദിച്ചു, മോനെ, നിന്റെയും നിന്റെ ആൻറ്റിയുടെയും ഇടയിലുള്ള സീക്രട്ട് എന്താണ്? അത് എന്നോട് കൂടി ഒന്ന് പറയൂ മോനെ. സിസി പറഞ്ഞു, അങ്കിൾ, അതെനിക്ക് പറയാൻ കഴിയില്ല. അത് ഞാൻ പറഞ്ഞാൽ ആൻറ്റി എന്നോട് ദേഷ്യപ്പെടും. സിസി മിനിയാങ്ങിനോട് ഒന്നും തുറന്നു പറയാൻ റെഡി ആയില്ല. പിന്നീട് മിനിയാങ് തൻ്റെ തലയിൽ സിസിക്ക് ഇഷ്ടമുള്ള കരടിയുടെ തൊപ്പി ധരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മോനല്ലേ, ആൻറ്റിയുടെ സീക്രട്ട് ഒന്ന് എന്നോട് പറയൂ മോനെ. അപ്പോൾ സിസി പറഞ്ഞു, ഓക്കെ കരടി അങ്കിൾ, നിങ്ങൾ എനിക്ക് അന്ന് ഐസ്ക്രീം വാങ്ങി തന്നതല്ലേ, അതുകൊണ്ട് ഇത്തവണ ഞാൻ അങ്കിളിനെ ഹെൽപ്പ് ചെയ്യാം. പിന്നീട് സിസി മിനിയാങ്ങിനെ തൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, അങ്കിൾ, ആൻറ്റി ദാ ഇതിനുള്ളിലാണ് അവരുടെ സീക്രട്ട് കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. മിനിയാങ്ങിന് അവിടെ നിന്ന് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കിട്ടി. അവൻ അത് മുഴുവൻ വായിച്ചു. യാങ്ഷി മിനിയാങ്ങിൽ നിന്നും ഒളിച്ചു വെച്ച കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞു. അപ്പോഴാണ് അവന് യാങ്ഷിയുടെ ഫോൺ കോൾ വന്നത്. അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു, എന്നെ ആരോ പിന്തുടരുന്നുണ്ട്, നീ വേഗം വന്ന് എന്നെ രക്ഷിക്കണം. ഇത് കേട്ട മിനിയാങ് ഉടനെ തന്നെ അവിടെ എത്തി. അവളെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചെത്തി. യാങ്ഷിയെ കണ്ടതും സിസി പറഞ്ഞു, ആരാണ് എൻ്റെ ആൻറ്റിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അപ്പോൾ യാങ്ഷി പറഞ്ഞു, മോനെ, അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ, ഞാനിപ്പോൾ ഓക്കെയാണ്. ഇനി മോൻ പോയി ഉറങ്ങിക്കോളൂ കേട്ടോ. പിന്നീട് മിനിയാങ് അവളോട് പറഞ്ഞു, വേഗം തന്നെ നീ നിന്റെയും സിസിയുടെയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അബ്രോഡേക്ക് പോയിക്കോളൂ. യാങ്ഷി ചോദിച്ചു, എന്തിന്, എന്താ പറ്റിയതിപ്പോൾ? അപ്പോൾ മിനിയാങ് പറഞ്ഞു, നീ ആദ്യം മുതലേ ഇത് തന്നെയല്ലേ ആഗ്രഹിച്ചിരുന്നത്? യാങ്ഷി പറഞ്ഞു, നിങ്ങൾ സിസിയുടെ ലീഗൽ ഗാർഡിയൻ ആണ്, അതുകൊണ്ട് സത്യം എന്നാണോ പുറത്തു വരുന്നത് അതുവരെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. മിനിയാങ് പറഞ്ഞു, സത്യം എന്താണെന്ന് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ കാരണമല്ലേ എൻ്റെ സിസ്റ്റർ മരിച്ചത്. ദാ ഇത് നോക്ക്, ഇതിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഞാൻ എൻ്റെ പെങ്ങൾക്ക് ഓടിക്കാൻ കൊടുത്ത കാറിൻ്റെ തകരാറ് കാരണമാണ് അവൾ മരിച്ചത് എന്ന്. ഞാൻ കാരണമാണ് എൻ്റെ പെങ്ങൾ മരിച്ചത്. എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ മാത്രമാണ്. ഇത് കേട്ടപ്പോൾ യാങ്ഷി അവനെ സമാധാനിപ്പിച്ചു. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തരുത്. മിനിയാങ് പറഞ്ഞു, എന്നെപ്പോലൊരു ഭാഗ്യദോഷിയുടെ അടുത്ത് നിൽക്കുന്നത് എല്ലാവർക്കും ദോഷമാണ്. ഞാൻ ശപിക്കപ്പെട്ടവനാണ്. നിങ്ങൾ എന്നിൽ നിന്നും ദൂരേക്ക് പോകൂ, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും കൂടി എനിക്ക് നഷ്ടപ്പെടും. എൻ്റെ പേരൻസും എൻ്റെ പെങ്ങളും ഒക്കെ എന്നെ വിട്ടിട്ട് പോയി. എല്ലാം എൻ്റെ ഭാഗ്യദോഷം കാരണം. നിങ്ങളും എൻ്റെ കൂടെ നിന്നാൽ നിങ്ങൾക്കും ഇനി അപകടം സംഭവിക്കും. നിനക്കും സിസിക്കും ഒന്നും സംഭവിക്കുന്നത് എനിക്ക് സഹിക്കില്ല. പിന്നീട് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് മിനിയാങ്ങിൻ്റെ സഹോദരി ഷിയാൻ മിനിയാങ്ങിൻ്റെ ഓഫീസിൽ വന്ന് അവൻ്റെ കാറിൻ്റെ കീ ചോദിക്കുന്നതാണ്. മിനിയാങ് കാറിൻ്റെ കീ അവൾക്ക് കൊടുത്തു. വാസ്തവത്തിൽ അവൾക്ക് വേറെ ഒരുപാട് കാറുകളുണ്ട്, പക്ഷെ ഇന്ന് അവൾക്ക് മിനിയാങ്ങിൻ്റെ കാർ തന്നെ ഡ്രൈവ് ചെയ്യണമായിരുന്നു. ആ ദിവസം തൻ്റെ കാർ സഹോദരിക്ക് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അവൾ ഇന്നും ജീവിച്ചിരുന്നേനെ എന്നൊക്കെ പറഞ്ഞാണ് മിനിയാങ് ഇപ്പോൾ കരയുന്നത്. ഇതൊക്കെ കണ്ട് നമ്മുടെ യാങ്ഷി അവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകില്ല എന്നാണ് അവൾ പറയുന്നത്. പക്ഷെ മിനിയാങ് ഇത് കേൾക്കുന്നേ ഇല്ല. അവൻ തന്നെയാണ് കുറ്റക്കാരനായിട്ട് കാണുന്നത്. അവൻ അവളെ തള്ളി മാറ്റിയിട്ട് വീണ്ടും പറഞ്ഞു, നീ നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യൂ, നാളെ രാവിലെ ആകുമ്പോഴേക്കും നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ നിന്നെ പുറത്താക്കും. ഇത്രയും പറഞ്ഞ് മിനിയാങ് തൻ്റെ റൂമിലേക്ക് പോയി. പാവം യാങ്ഷി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് മിനിയാങ്ങിനെ വിട്ടുപോകാൻ മനസ്സില്ലായിരുന്നു. മിനിയാങ്ങിൻ്റെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമായിരുന്നു. അവൻ ഇപ്പോൾ ബോക്സിനുള്ളിൽ കയറി കിടക്കുകയാണ്. ഇത് കണ്ട യാങ്ഷി അവൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു, മിനിയാങ്, മുൻപ് നടന്നതൊക്കെ നടന്നു. കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. നീ നിന്നെ സ്വയം നിയന്ത്രിക്കൂ. നിന്നെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് കാണാൻ കഴിയില്ല. പണ്ട് നിന്റെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ ഇടിയും മഴയും ഒന്നും ഉണ്ടായിരുന്നില്ല. സമീപത്ത് ആരോ ബോംബ് പൊട്ടിച്ചതായിരുന്നു. അതാണ് നീ കേട്ടത്. അല്ലാതെ നീ കേട്ടത് ഇടിയുടെ ഒച്ചയല്ല. ഇതാണ് സത്യം. ഞാനത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. നീ നിന്റെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരണം. മിനിയാങ്, ഇനി നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് തന്നെ താമസിക്കാം.
യാങ്ഷി ഇൻഡയറക്റ്റ് ആയിട്ട് തൻ്റെ ഫീലിങ്സ് മിനിയാങ്ങിനോട് പറഞ്ഞിരിക്കുകയാണ്. അതായത് യാങ്ഷി മിനിയാങ്ങിനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് സി വന്നിട്ട് ചോദിച്ചു, അങ്കിൾ, ആൻറ്റി, നിങ്ങൾ രണ്ടാളും ഈ ഇരുട്ടത്ത് എന്താണ് ചെയ്യുന്നത്? മിനിയാങ് പറഞ്ഞു, അത് മോനെ, ഞങ്ങൾ രണ്ടാളും ഒളിച്ചു കളി കളിക്കുകയാണ്. നിന്റെ ആൻറ്റി എന്നെ കണ്ടുപിടിച്ചു, നീയും വാ, നമുക്ക് കളിക്കാലോ. മിനിയാങ്ങിൻ്റെ മനസ്സ് ഒരുവിധം ശരിയായി എന്നാണ് തോന്നുന്നത്. ക്രെഡിറ്റ് ഏതായാലും നമ്മുടെ യാങ്ഷിക്ക് തന്നെ. അവൾ ആ സംഭവം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ മിനിയാങ് ജീവിതകാലം മുഴുവൻ ഈ ഇടിയെ പേടിച്ച് ഇങ്ങനെ ജീവിക്കേണ്ടി വന്നേനെ. ഇപ്പോൾ 3 പേരും നല്ല ഹാപ്പിയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ മിനിയാങ് തൻ്റെ ബോക്സ് എടുത്ത് പുറത്തേക്ക് കളയുകയാണ്. ഇനി അവന് ഇതിൽ ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ട അസിസ്റ്റന്റ് അത്ഭുതത്തോടെ ചോദിച്ചു, ബോസ്, ശരിക്കും നിങ്ങളിത് വേണ്ടാന്ന് വെക്കുകയാണോ? ഞാൻ വിചാരിച്ചു ഈ ബോക്സ് നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കുമെന്നാണ്. എന്തായാലും സിസിക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് അല്ലേ? അപ്പോൾ മിനിയാങ് പറഞ്ഞു, സിസിക്ക് മാത്രമല്ല യാങ്ഷിക്കും കൂടി ഇതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് മിനിയാങ്ങും യാങ്ഷിയും പരസ്പരം ഇഷ്ടത്തിലായിട്ടുണ്ട് എന്നാണ്. ഇനി ഇവർ എപ്പോഴാണ് കപ്പിൾസായി മാറുക എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. പിന്നീട് 3 പേരും കൂടി എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതാണ് കാണിക്കുന്നത്. കഥ ഇവിടെ തീരുന്നില്ല. ഒരുപാട് മിസ്റ്ററീസ് ഇതിൻ്റെ പിന്നിലുണ്ട്. മിനിയാങ്ങിൻ്റെ സഹോദരിയെ ആരാണ് കൊലപ്പെടുത്തിയത്? മിനിയാങ്ങിനെയും യാങ്ഷിയെയും പിന്തുടരുന്നവൻ ആരാണ്? മുന്നോട്ടേക്കുള്ള കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അടുത്ത എപ്പിസോഡും എല്ലാവരും മറക്കാതെ കാണണം. ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം.